അതേ സമയത്ത് അതേ ക്വസ്റ്റ്യന്റെ ഭാഗത്ത് നമ്മൾ ആൻഡ് ആണ് വന്നത് എങ്കിൽ അതിന്റെ ആശയം എന്താണ്? അതിന്റെ ഐഡിയ എന്താണ്? ആഡിങ് ഇൻഫർമേഷൻ ആണ്. ഇതിലേക്കും ഇതും അതും എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ആഡിങ് ഇൻഫർമേഷൻ ആണ്. മനസ്സിലാവും? ഒന്ന് കമ്പാരിങ് ആണ്, മറ്റൊന്ന് ആഡിങ് ഇൻഫർമേഷൻ. അതിന്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ വരുന്നത് ടൈം ആണ്. എന്താ ടൈം എന്ന് പറഞ്ഞാൽ ഇൻ 1996 അല്ലെ? ആ ടൈം വന്നു കഴിഞ്ഞാൽ ആ ടൈം കംപ്ലീറ്റ് ലൊക്കേറ്റ് ചെയ്തേക്കുക. ആഫ്റ്റർ ദ വേൾഡ് വാർ 2 അതൊരു ടൈമാണ്. ഏർലി ഇൻ ദ മോർണിംഗ് അതൊരു ടൈമാണ്. മനസ്സിലാവുണ്ടോ? അതൊക്കെ ടൈം വരുന്നത്. പിന്നെ ചേഞ്ച് ആണ്. ഈ ടൈമിന് പൊതുവെ സിനോണിംസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ടൈം വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കാൻ ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ 1996 അല്ല 1976 ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ 1976 എവിടെയാണ് മെൻഷൻ ചെയ്തതെന്ന് ഈസി ആയിട്ട് കണ്ടെത്താൻ കഴിയൂലേ? കഴിയൂലേ? അതാണ് ടൈമിന്റെ പ്രത്യേകത. പിന്നെ ചേഞ്ച് ആണ് വരുന്നത്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ആ ക്വസ്റ്റ്യൻ പ്രധാനമായിട്ടും ഷൂട്ട് ചെയ്യുന്ന ഭാഗം ഏതാണെന്നുള്ളതാണ് ചേഞ്ച്. അതൊരു പക്ഷെ വേർബ് ആയിരിക്കാം, ഫ്രൈസൽ വേർബ് ആയിരിക്കാം, മനസ്സിലാണോ? ചിലപ്പം അഡ്ജക്റ്റീവൽ വേർബ് ആയിരിക്കാം, അഡ്വേർബ് പ്ലസ് വേർബ് ആയിരിക്കാം, അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ ആയിരിക്കാം. ഇതൊക്കെ ചേഞ്ചിൽ പെടുന്നതാണ്. ഓക്കെ. ചേഞ്ച് എന്ന് പറയുമ്പോൾ ചേഞ്ചിന് ഒരുപാട് സിനോണിംസ് വരുന്നുണ്ട്. ഒരുപാട് സിനോണിംസ് വരും. ചേഞ്ചിനാണ് ഒരുപാട് സിനോണിംസ് വരിക. അപ്പോ എന്താണ്? പോസിറ്റീവ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അതൊരു ചേഞ്ചാണ്. ഫോർ എക്സാമ്പിൾ, പോസിറ്റീവ് എവറി സ്റ്റുഡൻസ് മസ്റ്റ് ഹാവ് എ പോസിറ്റീവ് മൈൻഡ് ടു സർവൈവ് ദ വേൾഡ്, ദ ഫ്യൂച്ചർ വേൾഡ് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. വെച്ചാൽ ഇവിടെ സർവൈവ് ദ ഫ്യൂച്ചർ വേൾഡ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ചേഞ്ചാണ്. പോസിറ്റീവ് മൈൻഡ് എന്ന് പറയുന്നത് എന്താണ്? പ്രധാനപ്പെട്ട ചേഞ്ചാണ്. അപ്പൊ ഇത് ഈ ചേഞ്ച് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ വരുന്നത് വാല്യൂ ആണ്. വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഡോളേഴ്സ് ആണെങ്കിൽ മോണിറ്ററി വാല്യൂലാണ് അതിനെ പെടുത്തുന്നത് അല്ലെ? റുപ്പീസ്, ഡോളേഴ്സ്, പൗണ്ട്, ഇതൊക്കെ എന്താണ്? മോണിറ്ററി വാല്യൂസ് ആണ്. എല്ലാം വാല്യൂ എന്ന് പറഞ്ഞാൽ റിസൾട്ട് എന്നർത്ഥം. മനസ്സിലാവുണ്ടോ? ഇപ്പൊ വാല്യൂസ് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു സ്ട്രാറ്റജിക്കൽ ടേംസ് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്ട്രാറ്റജിക്കൽ ടേം മിക്കവാറും വാല്യൂ ആയിട്ട് ബന്ധപ്പെട്ടതായിരിക്കും എന്നുള്ളതാണ് കാര്യം. ഓക്കെ. അത് നമ്മൾ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ, ആ ഒരു വാല്യൂ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ നോട്ട് ചെയ്യണം. പിന്നെ വരുന്നത് പ്യൂർ നൗൺ ഫോം ആണ്. നൗൺ ഫോം എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേര്, യൂണിവേഴ്സിറ്റിയുടെ പേര്, ഓർഗനൈസേഷന്റെ പേര്, സയന്റിസ്റ്റിന്റെ പേര്, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും വായനയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളത് ആൻസർ കണ്ടെത്തുമ്പോൾ ഈസി ആയിട്ട് സ്കാൻ ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ന് പറയുന്നത് കീവേഡ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് കീവേഡ്സ്: കണക്ടർ, ടൈം, ചേഞ്ച്, വാല്യൂ, നൗൺ ഫോം. ഉറക്കെ പറയും. നൗൺ ഫോം, കണക്ടർ. ഉറങ്ങുന്ന ഉറക്കത്തിൽ പോലും ഞാൻ ചോദിക്കും, പറ എന്താണ് കണക്ടർ? ഉറക്കെ പറയും. ടൈം മാനേജ്മെന്റ് ഇതാണ് പറയുന്നത്. കണക്ടർ 100 പ്രാവശ്യം ഞാൻ ഇമ്പോഷൻ എഴുതിപ്പിക്കും. ഫോർക്കൊക്കെ വമ്പറക്കും. 100 പ്രാവശ്യം ഞാൻ ഇമ്പോഷൻ എഴുതിപ്പിക്കും. ഇതെങ്കിൽ തെറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഈ കണക്ടർ, ടൈം, ചേഞ്ച്, വാല്യൂ എന്നുള്ളത് ഇനിയുള്ള പഠനത്തിലേക്കും ഇത് ആവശ്യമുണ്ട്, കീവേഡ്സിലേക്കും ആവശ്യമുണ്ട്. എല്ലാ ലിസണിങ്ങിനാവട്ടെ ആൻസർ വരുന്നത് ഈ പറഞ്ഞ കീവേഡിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ ആൻസർ വരിക. റീഡിങ്ങിലേക്ക് നമുക്ക് ആവശ്യമുണ്ട്. ഗ്രാഫ് റൈറ്റിങ്ങിന് നമുക്ക് ഈ കീവേഡ് ആവശ്യമുണ്ട്. ഗ്രാഫിന്റെ ഡിസ്ക്രിപ്ഷൻ എഴുതുന്ന സമയത്ത് ഒരു സെന്റൻസിനകത്ത് ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരിക്കണം. കണക്ടർ, ടൈം, ചേഞ്ച്, വാല്യൂ ഉണ്ടായിരിക്കണം. അത് ഏതെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ അത് ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അപ്പൊ അത് നമ്മൾ ഗ്രാഫ് എടുക്കുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ് കീവേഡ്സ്? കണക്ടർ, ടൈം, ചേഞ്ച്, വാല്യൂ, നൗൺ ഫോം. കീവേഡ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെ കീവേഡ്. ഇതെല്ലാം ഒന്നും ഉണ്ടാവില്ല. നമ്മളൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ചേഞ്ച്, കണക്ടേഴ്സ്, ഇത് രണ്ടുമാണ് എപ്പോഴും ഉണ്ടാവുക. കണക്ടറും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചേഞ്ച് ആണ് മിക്കവാറും ഉണ്ടാവുക. ഇനി ടൈമും വാല്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അതേപോലെ നൗൺ ഫോം ഒക്കെ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഈസി ആയിട്ട് നമുക്ക് ഇത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കീവേഡ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്ട്രാറ്റജി. ഫസ്റ്റ് 2 സ്ട്രാറ്റജീസ് വരുന്നത്. ഒന്ന്, ക്വസ്റ്റ്യൻ വായിക്കുമ്പം അതിന്റെ കീ ഐഡിയ മനസ്സിലാക്കണം. കീ ഐഡിയ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നല്ലപോലെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് കീവേഡ് മനസ്സിലാക്കുക എന്നുള്ളതാണ് കാര്യം. ഓക്കെ. ഇനി മൂന്നാമതായിട്ട് വരുന്നത് ലൊക്കേറ്റിംഗ് ദ കീവേഡ്. ഈ കീവേഡ് നമ്മൾ കണ്ടെത്തിയ കീവേഡ് ഉണ്ടല്ലോ, ഈ കീവേഡ് എവിടെയാണ് പാസേജിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്ന് ലൊക്കേറ്റ് ചെയ്യണം. ഇതിനെ പറയുന്ന പേരാണ് സ്കാനിങ്.
ഓക്കെ, അതിന്റെ പേരെന്താണ്? സ്കാനിങ്. ഇവിടെ ഇത്രയും കാര്യങ്ങൾ സ്കിമ്മിങ് ആണ്. ഇതോ സ്കാനിങ്. പെട്ടെന്ന് സ്കാൻ ചെയ്യുന്ന എങ്ങനെയായിരിക്കണം? പെട്ടെന്നായിരിക്കണം. ഇരുന്ന് കുത്തിരുന്ന് വായിക്കുകയല്ല ചെയ്യേണ്ടത്. ഒരു പെൻസിൽ എടുക്കുക, റീഡിംഗ് പാസേജിന്റെ റീഡിന്റെ അവിടെ ഇങ്ങനെ പെട്ടെന്ന് ആ പെൻസിൽ തൊട്ട് ആ മൊനയിലേക്ക് നോക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ റീഡിങ് ചെയ്യേണ്ടത്. അത് ആദ്യം വളരെ സ്ലോ ആയിരിക്കും, പിന്നെ അതെങ്ങനെ ഫാസ്റ്റാക്കി കൊണ്ടുവരണം. കീവേഡ് എവിടെയെങ്കിലും സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് റൗണ്ട് ചെയ്ത് വെച്ചേക്കുക, അണ്ടർലൈൻ ചെയ്തേക്കുക. എന്നിട്ട് അതിലേക്ക് മാച്ച് ആണോ അല്ലയോ നോക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു കീവേഡ് നമ്മൾ ഒരു പക്ഷേ 3 or 4 പാരഗ്രാഫിൽ ഉണ്ടാവും. 12 പാരഗ്രാഫിൽ നിന്ന് നമ്മൾ 3 or 4 പാരഗ്രാഫിലേക്ക് എത്തി എന്നർത്ഥം. പിന്നെ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് അതിലെ ചേഞ്ച് ആണ്. ഈ 4 പാരഗ്രാഫിൽ നിന്ന് ചേഞ്ച് ഒരിടത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതാണ് പിന്നെ നമ്മൾ കണ്ടെത്തേണ്ടത്. ചേഞ്ച് എപ്പോഴും ഒരിടത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ ചേഞ്ചിനോട് യോജിക്കുന്ന പാസേജ് ഏതാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ സ്കാനിങ് എളുപ്പമായി. ഇത് നമ്മൾ പറയുമ്പോൾ തന്നെ അത് ബുദ്ധിമുട്ടാണ്. അത് പ്രാക്ടിക്കലി ചെയ്യുമ്പോഴും വളരെ ഈസി ആയിട്ട് വരും. മനസ്സിലാവുണ്ടോ? പ്രാക്ടിക്കലി നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും? ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പിന്നെ അതെന്തായാലും സ്കില്ലായിട്ട് മാറണം നമുക്ക്, കേട്ടോ. അപ്പൊ കുറച്ചൊന്നും പ്രാക്ടീസ് പോരാ, നല്ല പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തേത് അപ്ലൈയിങ് ദ 3 ടാസ്ക്. ഏതൊക്കെയാണ് ടാസ്ക്? മാച്ചിങ്, മിസ്സിങ്, ഓപ്പോസിറ്റ്. അപ്പൊ അപ്ലൈയിങ് 3 ടാസ്ക് എന്ന് പറഞ്ഞാൽ അതൊരു ഡിസിഷൻ മേക്കിംഗ് ആണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന ഡിസിഷനാണ്. ഇപ്പോ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് വായിച്ചു, പാസേജ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു, അതേപോലെ തന്നെ ലൊക്കേറ്റ് ചെയ്തു, എല്ലാം കഴിഞ്ഞു. ഇനി അടുത്തത് നിങ്ങൾ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഇത് മാച്ചിങ് ആണോ, ഇത് മിസ്സിംഗ് ആണോ, അല്ലെങ്കിൽ ഇത് ഓപ്പോസിറ്റ് ആണോ എന്ന് നമ്മൾ കണ്ടെത്തണം. മാച്ചിങ് ആണോ, മിസ്സിംഗ് ആണോ, ഓപ്പോസിറ്റ് ആണോ എന്ന്. ആ 3 ടാസ്കുകളാണ്. എന്തൊക്കെയാണ് 3 ടാസ്കുകൾ? മാച്ചിങ്, മിസ്സിംഗ്. ഈ തീരുമാനം എടുക്കുന്നതിനെയാണ് 3ാമത്തെ ടാസ്ക്, 5ാമത്തെ ടാസ്ക് വരുന്നത്. 4ാമത്തെ ടാസ്ക് വരുന്നത്. അത് ഡിസിഷൻ മേക്കിംഗ് കൂടെയാണ്. നിങ്ങൾ എടുക്കുന്ന തീരുമാനം അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നമ്മൾ പൊരുത്തപ്പെട്ടെടുക്കണം. പിന്നെ കൺഫ്യൂസ് ഉണ്ടാവാൻ പാടില്ല. മനസ്സിലാവുണ്ടോ? ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള മൈൻഡ് ആശയങ്ങൾ സ്വീകരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സമാധാനപൂർവ്വമായിരിക്കണം എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ലിസണിങ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ആയിട്ടുണ്ടാവും. ഒരു ആൻസർ തെറ്റിയാൽ പോലും നമ്മൾ ഡിസ്റ്റർബ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താവുന്നത്? ഈ സെക്ഷൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്നാ പെണ്ണുപിള്ള പറയുമ്പോഴാണ് ഇത് കഴിഞ്ഞോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ആ രൂപത്തിലേക്ക് നമ്മൾ കൺഫ്യൂസ് ആവാൻ പാടില്ല. അപ്പൊ ഡിസ്റ്റർബ്ഡ് മൈൻഡ് വിൽ നെവർ അക്സെപ്റ്റ് ഐഡിയാസ്. ഡിസ്റ്റർബ് ആവാനേ പാടില്ല. എന്ത് ഡിസിഷൻ നിങ്ങൾ ഏറ്റെടുത്താലും ആ ഡിസിഷൻ പൊരുത്തപ്പെട്ടുകൊണ്ട് എടുക്കുക എന്നുള്ളതാണ്. ഇതാണ് പ്രധാനമായ 4 സ്ട്രാറ്റജീസ്. ഒന്ന്, ഐഡന്റിഫൈങ് ദ കീ ഐഡിയാസ്. സെക്കൻഡ് വൺ, ഐഡന്റിഫൈങ് ദ കീ വേർഡ്. തേർഡ് വൺ, locating the keyword from the passage. And fourth one, applying the 3 strategies. ഏതൊക്കെയാണ് 3 ടാസ്ക്? ഏതൊക്കെയാണ് 3 ടാസ്ക് എന്ന് പറയുന്നത്? മാച്ചിങ്, മിസ്സിംഗ്, ഓപ്പോസിറ്റ്. എല്ലാ സ്ലൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. മിസ്സായ ആളുകൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമല്ലോ. നേരം ബെഗി വന്നിരിക്കുന്നു. ഉറങ്ങിയിരുന്നോ അബ്ദുറഹ്മാൻ? എന്ത് നേരം ബെഗി? നിങ്ങൾ അറിഞ്ഞില്ലേ? അങ്ങനെയാണ്, തിരക്കടില്ല. അല്ലെങ്കിൽ പ്രശ്നമായി ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ടാവും. ഓക്കെ, ഫൈൻ. മനസ്സിലായില്ലേ? ഇനി നോക്കാം അടുത്ത സ്ട്രാറ്റജി. ഇനി നമുക്ക് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ട്രൂ ഓർ ഫോൾസ് റെഡി ആയി കഴിഞ്ഞാൽ, ട്രൂ, ഫോൾസ്, നോട്ട് ഗിവൺ, അതുപോലെ യെസ്, നോ, നോട്ട് ഗിവൺ, അത് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ഒരു പരിധി വരെ റീഡിംഗ് ഒരു റീഡിങ്ങിലെ ടച്ചിലേക്ക് നമ്മൾ കടന്നു എന്നർത്ഥം. ഇത് കൂടുതലായിട്ട് പരിശീലിക്കുകയും കൂടെ വേണം. ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ഉണ്ടാക്കുന്ന ഏരിയ ആണ് യെസ്, നോ, നോട്ട് ഗിവൺ എന്ന് പറയുന്നത്. അതിലെ കൺഫ്യൂസ് തീർന്നു കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ റീഡിങ് പകുതി ഓക്കെ ആയി എന്നർത്ഥം. മനസ്സിലാവുണ്ടോ? ഇനിയിപ്പോ നമ്മൾ റീഡിങ് ചെയ്താലും റീഡിങ് ഇംപ്രൂവ് ആകുന്നത് എപ്പോഴാണ്? കണ്ടിന്യൂസ് ആയിട്ട് റീഡ് ചെയ്യുമ്പോഴാ? അല്ല. കാരണം കണ്ടിന്യൂസ് നമ്മൾ റീഡ് ചെയ്യുന്നില്ല, നമ്മൾ ആൻസർ മാത്രമേ ട്രേസ് ചെയ്യുന്നുള്ളൂ, അല്ലേ? ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സ്ട്രാറ്റജി എന്താണ്? കംപ്ലീറ്റ് ആൻസർ ട്രേസിംഗ് ആണ്. അല്ലാണ്ട് ആ എസ് മൊത്തം വായിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ? മൊത്തം എന്തായാലും നിങ്ങൾ വായിക്കും. അതിനർത്ഥം ഇത്രയും വരുമ്പോ തന്നെ ആ പാസേജ് നിങ്ങൾ മൊത്തമായിട്ട് വായിക്കും. പക്ഷെ നമ്മളെ കൺസേൺ എന്തായിരിക്കും? ആൻസർ കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ റീഡിങ് ചെയ്ത് എക്സാമിൽ മാർക്ക് 21 അല്ലെങ്കിൽ 12 അല്ലെങ്കിൽ 10 കിട്ടുന്നതല്ല ഇവിടെ കാര്യം. ആ റീഡിങ് കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് എൻ്റെ ആൻസർ തെറ്റായി, എന്താണ് ഇതിൽ ശരിയായ ആൻസർ, ശരിയായ ആൻസർ എന്തുകൊണ്ട് ശരിയായി,
ഇത് കണ്ടെത്തുമ്പോഴാണ് നമുക്ക് റീഡിങ്ങിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്നത്. റീഡിംഗ് ടെസ്റ്റ് എഴുതുമ്പോഴല്ല നമുക്ക് ഇമ്പ്രൂവ്മെന്റ്, മറിച്ച് ആ റീഡിംഗ് ടെസ്റ്റിന് ശേഷം നമ്മുടെ മാർക്സിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്നത്. അതാണ് നമ്മൾ ഇതിനകത്ത് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോ ഇത് ട്രൂ ഫോൾസ് നന്നാവണം എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ട്രൂ ഫോൾസ് ചെയ്ത് ആൻസർ ചെക്ക് ചെയ്ത് ആ ശരിയായ ആൻസർ എന്തുകൊണ്ട് ശരിയായി എന്നുള്ളതും എന്റെ ആൻസർ എന്തുകൊണ്ട് തെറ്റി എന്നുള്ള ഒരു ഗവേഷണം നടത്തുമ്പോഴാണ് വി വിൽ ഇംപ്രൂവ്. അതൊരു ഗെയിം സ്പിരിറ്റോടെയാണ് എടുക്കേണ്ടത്, മടുപ്പോടെ അല്ല എടുക്കേണ്ടത്. അത് റീഡിംഗ് ആണെങ്കിലും ലിസണിങ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ അവിടെ നമ്മൾ ട്രൂ ഫോൾസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ട്രൂ ഫോൾസിൽ ഞാൻ പറഞ്ഞു പ്രധാനമായിട്ടും നമ്മൾ അന്വേഷിക്കുന്നത് കീവേഡ് ആൻഡ് കീ ഐഡിയ. എന്തിന്റെ കീവേഡും എന്തിന്റെ കീ ഐഡിയ ആണ്? ക്വസ്റ്റ്യന്റെ കീവേഡും കീ ഐഡിയ ആണ്. ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ രണ്ട് പാർട്ടുകളുണ്ട്. ഒന്ന് ക്വസ്റ്റ്യൻ പാർട്ടാണ്, മറ്റൊന്ന് പാസീവ് സ്റ്റേറ്റ്മെന്റ്. ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റും ഉണ്ട്, പാസീവ് സ്റ്റേറ്റ്മെന്റ്. ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. പാസീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാലോ പാസീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ലൊക്കേറ്റ് ചെയ്ത കീവേഡ് ലൊക്കേറ്റ് ചെയ്ത ഏരിയ ആണ് എന്ത് പറയുന്നത്. അപ്പൊ ഇത് ആ ലൊക്കേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഡിസിഷൻ മേക്കിംഗ് ആണ് വരുന്നത്. അപ്പൊ ഇതുവരെ നമ്മൾ റീഡിംഗ് ഫോർ ഡീറ്റെയിൽ വരെ എത്തി. ഇനി ഡിസിഷൻ മേക്കിംഗ് ആണ്. എങ്ങനെ ട്രൂ ഫോൾസിന്റെ ഡിസിഷൻ മേക്കിംഗ്? ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റും പാസേജ് സ്റ്റേറ്റ്മെന്റും നല്ല ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റും പാസേജ് സ്റ്റേറ്റ്മെന്റും ഒരുപോലെ മാച്ചിങ് ആണ് എങ്കിൽ, എങ്ങനെ മാച്ച് ആവണമെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് മാച്ച് ആവേണ്ടത്? കീവേഡ്സ് മാച്ച് ആവണം, അതേപോലെ തന്നെ കീ ഐഡിയയും മാച്ച് ആവണം. രണ്ടും മാച്ച് ആവണം. ചില ആളുകൾ കീവേഡ് മാത്രമേ മാച്ച് നോക്കുള്ളൂ, പറ്റൂല. കീവേഡും മാച്ച് ആവണം, അതേപോലെ തന്നെ കീ ഐഡിയയും മാച്ച് ആവണം. അത് രണ്ടും മാച്ച് ആണ് എങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഡിസിഷൻ മേക്കിംഗ് എന്തായിരിക്കും? ഒന്നില്ലെങ്കിൽ യെസ് ആയിരിക്കും. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് വെച്ചാൽ അവിടെ ആൻസർ യെസ് ആയിരിക്കും. ട്രൂ ഫോൾസ് ആണ് വരുന്നതെങ്കിലോ അതിന് ആൻസർ എന്തായിരിക്കും? നിലാജ് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇനി ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റും പാസേജ് സ്റ്റേറ്റ്മെന്റിലും ഏതെങ്കിലും ഒരു കീവേഡ്, അത് കീവേഡ് ആണ് ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു കീവേഡ് ഓപ്പോസിറ്റ് ആണ് എങ്കിൽ, ഡയറക്ട്ലി ഓപ്പോസിറ്റ് ആയിരിക്കും. ഓപ്പോസിറ്റ് ആണ് വരുന്നത് എങ്കിൽ അവിടെ എന്താണ്? ഫാൾസ് ആണ് ഡിസിഷൻ മേക്കിംഗ്. അല്ലെങ്കിൽ യെസ് നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നോ ആണ് അവിടെ ഡിസിഷൻ മേക്കിംഗ് ആയിട്ട് വരുന്നത്. ഗോട്ട് ദ ഐഡിയ? യു ഗോട്ട് ദ ഐഡിയ? ആൻഡ് തേർഡ് വൺ, ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് പാസേജ് സ്റ്റേറ്റ്മെന്റിലും ഏതെങ്കിലും ഒരു കീവേഡ് മിസ്സിംഗ് ആണ് എങ്കിൽ, ശ്രദ്ധിക്കുക, ആശയങ്ങളിലോ കീവേഡിലോ ഏതെങ്കിലും ഒന്നില് കീവേഡ് മിസ്സിംഗ് ആണ് വരുന്നത് എങ്കിൽ അതെന്തായിരിക്കും? നോട്ട് ഗിവൺ ആയിരിക്കും. അതിലും ആശയം നിർബന്ധമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കണക്ടേഴ്സ് ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു ഭാഗത്ത് കമ്പാരിറ്റീവ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റിൽ കമ്പാരിറ്റീവും പാസേജ് സ്റ്റേറ്റ്മെന്റിൽ ആഡിങ് ഇൻഫർമേഷനും ആണ് വരുന്നതെങ്കിൽ, കണക്ടേഴ്സ് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോ കണക്ടേഴ്സിൽ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് മോർ ദാൻ, ലെസ് ദാൻ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. പാസേജിൽ വന്നിരിക്കുന്നത് ആൻഡ് എന്നാണ് വന്നിരിക്കുന്നത്. അവിടെ ആശയം തന്നെ ഡിഫറെന്റ് ആയി. ഒന്ന് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, മറ്റൊന്ന് ആഡിങ് ഇൻഫർമേഷൻ ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ടും രണ്ടാശയം ആയതുകൊണ്ട് അതിനെ നോട്ട് ഗിവൺ എന്നാണ് കൊടുക്കേണ്ടത്. അതൊരു ട്രാപ്പും കൂടെയാണ്. അതിന് യെസ് എന്നൊന്നും കൊടുത്തൂട. കാരണം രണ്ട് ആശയങ്ങൾ അവിടെ ഉണ്ടാവും, രണ്ട് കീവേഡ്സുകളൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് കണക്ടർ ഡിഫറൻസാണ്. കണക്ടർ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ണടച്ചുകൊണ്ട് എന്ത് കൊടുക്കാം? നോട്ട് ഗിവൺ എന്ന് കൊടുക്കാം. അപ്പൊ കണക്ടർ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഇതൊക്കെയാണ് കണക്ടർ. ഒന്ന് കൺജങ്ഷൻ ആണ്, രണ്ടാമത്തേത് കമ്പാരിഷൻ ആണ്, മൂന്നാമത്തേതോ അപ്രോക്സിമേഷൻ ആണ്. ഇതില് കണക്ടറും അതേപോലെ തന്നെ ഇതില് കൺജങ്ഷനും അതേപോലെ തന്നെ കമ്പാരിസൺസും, ഇത് രണ്ടും കമ്പാരിസൺസ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് കമ്പാരിസൺ എന്ന് പറയാ. മൂന്നെണ്ണാണത്. ഏതൊക്കെയാ ഡിഗ്രി ഓഫ് കമ്പാരിസൺ? മൂന്നെണ്ണല്ലേ. ഒന്നെന്താ? മോർ ദാൻ, ലെസ് ദാൻ. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. കൺജങ്ഷൻ 4 ഉണ്ട്. ഏതൊക്കെയാ? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, കോറിലേറ്റീവ് കൺജങ്ഷൻ, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, കൺജക്റ്റീവ് ആഡ്വേർബ്സ്. പേടിക്കണ്ട, ഞാൻ പഠിപ്പിച്ചു തരും. നിങ്ങൾ പഠിക്കൂലേ? ക്ലാസ് ആയിട്ട് എടുക്കാൻ തന്നെയുണ്ട്. ക്ലോസുകൾ ഉണ്ട് പഠിക്കാൻ. കൺജക്റ്റീവ് പഠിക്കുമ്പോൾ തന്നെ ക്ലോസുകൾ പഠിക്കാനുണ്ട്, ഫ്രേസുകൾ പഠിക്കാനുണ്ട്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസുകൾ പഠിക്കാനുണ്ട്. ഒരു സെന്റൻസിന് ഏറ്റവും അധികം ക്വാളിറ്റി കൂട്ടുന്ന ഒരു രൂപമാണ് ഈ കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുന്നത്. മനസ്സിലാണോ? അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ വരുന്നതാണ് പങ്ക്ച്വേഷൻ മാർക്ക്. പങ്ക്ച്വേഷൻ മാർക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം. കോമ, കുത്ത്, കോമ, സെമിക്കോളൻ, ഈ സാധനങ്ങളുണ്ടല്ലോ. അതാണ് പങ്ക്ച്വേഷൻ. അക്യുറസി ആണ്. അക്യുറസി മെയിൻ ക്രൈറ്റീരിയ ആണ് ELTSന്റെ റൈറ്റിംഗിലും അതേപോലെ തന്നെ സ്പീക്കിങ്ങിലും. അക്യുറസി, ഗ്രാമർ ആൻഡ് അക്യുറസി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്.
അപ്പോൾ അതനുസരിച്ച് കൊണ്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത് എഴുതേണ്ടതൊക്കെ. പിന്നെ വരുന്നതാണ് കണ്ടീഷൻസ്. ഇഫ് കണ്ടീഷൻസ് 4 ഉണ്ട്. 0 കണ്ടീഷൻ ഉണ്ട്, ഫസ്റ്റ് കണ്ടീഷൻ ഉണ്ട്, 0 കണ്ടീഷൻ ഉണ്ട്, ഫസ്റ്റ് കണ്ടീഷൻ ഉണ്ട്, സെക്കൻഡ് കണ്ടീഷൻ ഉണ്ട്, തേർഡ് കണ്ടീഷൻ ഉണ്ട്. അപ്പൊ ഈ കണ്ടീഷൻസ് നമ്മൾ അപ്പോൾ കൺജങ്ഷൻ പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരു 30 to 35% ഗ്രാമർ പാർട്ട് നമ്മൾ കവർ ചെയ്യുന്നു എന്നർത്ഥം. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാണ്ട് സൂപ്പർലേറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, അതേപോലെ തന്നെ പോസിറ്റീവ് ഡിഗ്രി ഒക്കെ നമുക്ക് പഠിക്കാൻ. പോസിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയ ഒരു സ്റ്റേറ്റ്മെന്റ്. ഹി ഈസ് എ ഗുഡ് ബോയ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഹി ഈസ് ദ ബെസ്റ്റ് ബോയ് എന്ന് വെച്ചാൽ അതിന്റെ മോൾക്ക് ആരും ഇല്ല എന്നർത്ഥം. അബ്ദുറഹ്മാൻ ഈസ് ദ ബെസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ് റൂം എന്ന് പറഞ്ഞാല് അബ്ദുറഹ്മാനാണ് ഇവിടെ എല്ലാം. അതിന്റെ അപ്പുറത്തേക്ക് വേറെ അബ്ദുറഹ്മാൻ ഇല്ല എന്നർത്ഥം. അങ്ങനെ പറയുന്നതാണ് എന്ത്? അങ്ങനെ പറയുന്നതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്ദുറഹ്മാൻ ഈസ് ബെറ്റർ ദാൻ സാലിം. അപ്പോൾ അവിടെ രണ്ടാളും ബെറ്റർ ദാൻ, രണ്ടാളും 2 സബ്ജക്ട് വന്നിട്ടുണ്ട് അല്ലേ. ഒരു സബ്ജക്റ്റിനെ മറ്റു സബ്ജക്റ്റിലേക്ക് കമ്പയർ ചെയ്യുന്ന സിറ്റുവേഷനാണ് കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ കണക്ടറിൽ പെടുന്നത് തന്നെയാണ് കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ കമ്പാരിസണിൽ വരുന്ന ഡിഫറൻസ്, ഫോർ എക്സാമ്പിൾ കമ്പാരിസണിലും അതേപോലെ കൺജങ്ഷനും ആണ് ഇവിടെ സ്റ്റക്കായിട്ട് വരുന്നത് എങ്കിൽ, ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് എങ്കിൽ, ആ ആശയം ഓപ്പോസിറ്റ് അല്ല, ഡിഫറെന്റ് ആയിരിക്കുന്ന വേറെ ഒരു ആശയം ആയതുകൊണ്ട് തന്നെ അതിനെ ഡിസിഷൻ മേക്ക് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നോട്ട് ഗിവൺ ആണ് കൊടുക്കേണ്ടത്. നമുക്ക് പ്രാക്ടിക്കലി അതൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് തരാം. ഈ സ്റ്റേറ്റ്മെന്റിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇങ്ങനെയല്ല ക്വസ്റ്റ്യൻ വരിക, ഇതിനേക്കാളും ടഫായിട്ട് വരിക, വലിയ പാസേജ് വരിക. ഇവിടെ ഓൾറെഡി ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? പാസേജ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഈ 3 എണ്ണത്തിൽ ശരി തെറ്റോ നോക്കിയേ. ഇത് ട്രൂ ഓഫ് ഫാൾസ് ആണ്. ട്രൂ ഫാൾസ് നോട്ട് ഗിവൺ ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിക്കുക, എഴുതിക്കോളൂ, നോട്ട് എടുത്തോളൂ, എഴുതിക്കോളൂ. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിക്കുക. മാക്കലൈൻ ഈസ് എ ഗ്ലോബലി സക്സസ്ഫുൾ. രണ്ടാമത് മാക്കലൈൻ ഈസ് മെയ്ഡ് ഇൻ മെറ്റൽ കണ്ടെയ്നേഴ്സ്. മൂന്നാമത്തത് മാക്കലൈൻ ഈസ് മെയ്ഡ് ഇൻ സ്പെയിൻ. ഈ 3 ക്വസ്റ്റ്യന്റെ ഡിസിഷൻ എന്താണ്? വാട്ട് ഈസ് യുവർ ഡിസിഷൻ ഫോർ ദിസ് 3 ക്വസ്റ്റ്യൻസ് ഇൻ ദ പാസേജ്? ഒന്ന് ചെയ്ത് നോക്കി. ഫസ്റ്റത്തെ ആൻസർ എന്താണ്? മാക്കലൈൻ ഈസ് എ ഗ്ലോബലി സക്സസ്ഫുൾ. വളരെ സിമ്പിൾ അല്ലേ? ഇത്ര സിമ്പിൾ ആവില്ല. ഇവിടെ കീവേഡ് എന്താണ്? സക്സസ്ഫുൾ, ഗ്ലോബൽ അല്ലേ? സക്സസ്ഫുൾ ആൻഡ് ഗ്ലോബലി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കീവേഡ് ആയിട്ട് വരുന്നത്. മേലെ പാസേജ് സ്റ്റേറ്റ്മെന്റിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ടോപ്പ് സെല്ലിംഗ് എന്ന് പറയുന്നതാണ് സക്സസ്ഫുൾ എന്ന് പറയുന്നത്. ബ്രാൻഡ് അല്ലെ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത് എന്താണ്? ഗ്ലോബലി എന്ന് പറയുന്നത്. അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻസർ എന്ത് കൊടുക്കാം? ട്രൂ എന്ന് കൊടുക്കാം. രണ്ടാമത്തത് മാക്കലൈൻ ഈസ് മെയ്ഡ് ഇൻ മെറ്റൽ കണ്ടെയ്നർ. പ്രധാനപ്പെട്ട കീവേഡ് മെയ്ഡ് മെറ്റൽ കണ്ടെയ്നർ എന്നുള്ളതാണ്. മെയ്ഡ് എന്ന് പറയുന്നത് ചേഞ്ച് ആണ്. ചേഞ്ച് എവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് മെയ്ഡ്. ബാരൽ മെയ്ഡ് ഓഫ് സ്പാനിഷ് ഓക്ക് എന്നാണ് പറഞ്ഞത്. ഓക്ക് എന്ന് പറഞ്ഞാൽ മരമാണ് അല്ലെ? ഓക്ക് മരം അല്ലെ? സ്പാനിഷ് ഓക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ മെയ്ഡ് ഇൻ ബാരൽസ് മെയ്ഡ് അപ്പ് ഓഫ് ഓക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മെറ്റൽ ആണ്. നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അതിന് ആൻസർ എന്ത് കൊടുക്കാം? ഫാൾസ് കൊടുക്കാം. പിന്നെ വരുന്നത് മെയ്ഡ്, വീണ്ടും മെയ്ഡ് വന്നിരിക്കുന്നത് ഇൻ സ്പെയിൻ. സ്പെയിൻ എന്ന് പറയുന്നത് നൗൺ ഫോം ആണ്. മെയ്ഡ് ചേഞ്ച് ആണ്. മാക്കലൈൻ മെയ്ഡ് ഇൻ സ്പെയിൻ. അത് രണ്ടാണ് കീവേഡ് വരുന്നത്. മാക്കലൈൻ മെയ്ഡ് ചെയ്തിരിക്കുന്ന സ്പെയിനിൽ നിന്നാണോ? സ്പാനിഷ് ഓക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മരത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സ്പെസിഫിക് ആയിട്ട് അവിടെ സ്ഥലം മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് ഇതിന്റെ ഡിസിഷൻ നോട്ട് ഗിവൺ ആയിരിക്കും. എല്ലാവരും കറക്റ്റ് അല്ലേ? കീ ഐഡിയയും കീവേഡും മാച്ച് ആവണം. ഗ്ലോബലി സക്സസ്ഫുൾ എന്നുള്ളത് കീവേഡാ. ഈ വേർഡ് വന്നില്ലേ, അതാണ് ഗ്ലോബലി എന്ന് പറയുന്നത്. സക്സസ്ഫുൾ എന്ന് പറയുന്നത് ടോപ്പ് സെല്ലിംഗ് ആണ്. എവിടെ? ഈ നിങ്ങൾ പറയുന്നത് ഈ സംഭവം തന്നെ ഇവിടെ കൊടുക്കണം എന്നല്ലേ? അതേ കീവേഡ് ഇവിടെ കാണൂല, ഒരിക്കലും കാണൂല. അങ്ങനല്ല. കീ ഐഡിയ എന്ന് പറഞ്ഞാൽ എന്താ? ആശയം മാച്ച് ആവുക. ആശയം മാച്ച് ആവുക എന്നാണ്. ആശയം മാച്ചാണോ? ആശയം മാച്ചാണോ?
പിന്നെ പിന്നെ കീ ഐഡിയ തെറ്റാണെങ്കിൽ ആശയം മാച്ച് ആവില്ല നിങ്ങൾ എങ്ങനെ പറയാം? ഇവിടെ കീ ഐഡിയ തെറ്റല്ല എന്നുള്ളതാണ് കാര്യം. അങ്ങനെ അറിയില്ല, മാച്ച് ആയിരിക്കുമല്ലോ. കീ ഐഡിയ മാച്ചാണ്, കീവേഡ് മാച്ച് ആണല്ലോ. കീവേഡ് ഗ്ലോബലി സക്സസ്ഫുൾ എന്ന് പറയുന്നത് വേൾഡ്, അതാണ് ഈ ഗ്ലോബ് എന്ന് പറയുന്നത്. അപ്പോ ഗ്ലോബലി എന്നുള്ളതിന്റെ കീ എന്താണ്? സിനോണിംസ് ആണ് വേൾഡ് എന്ന് പറയുന്നത്. ഇനി സക്സസ്ഫുൾ എന്ന് പറഞ്ഞ ടോപ്പ് ആണെന്ന് പറയും. അതിന്റെ അർത്ഥം എന്താ? സക്സസ്ഫുൾ ആണെന്നുള്ള അർത്ഥം. മാച്ചല്ലേ? അപ്പോ കീ ഐഡിയ മാച്ച് ആയിട്ടില്ലെങ്കിൽ കീവേഡ് മാച്ച് ആവൂല. നിങ്ങൾ ചിന്തിക്കുന്നത് നേരെ തിരിച്ചൊന്ന് ചിന്തിക്കുക, അപ്പൊ ഓക്കെ ആവും കേട്ടോ. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാല് കീവേഡ് ഒരിക്കലും തന്നെ ഡയറക്ട്ലി കൊടുക്കൂല. ഡയറക്ട്ലി കൊടുത്തതുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. എന്നാൽ ഇതിന്റെ സിനോണിംസ് ആണ് കീവേഡ് ആയിട്ട് വരിക. നോക്കിക്കോ, അടുത്തൊന്ന് നോക്കാം. ഈ പാസേജ് ട്രൂ ഫാൾസ് നോട്ട് ഗിവൺ. ഈ പാസേജ് ഒന്ന് നോക്കിയേ. ഇതിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ട്രൂ ആണോ ഫാൾസ് ആണോ നോക്കിയേ. ഫസ്റ്റ് ആൻസർ ഫാൾസ്, സെക്കൻഡ് ട്രൂ, തേർഡ് വൺ ഫാൾസ്, ഫോർത്ത് വൺ ഫാൾസ്. സിമ്പിൾ അല്ലേ? എല്ലാവരും കറക്റ്റ് ആണോ? ആർക്കും മുഴുവൻ കറക്റ്റായി? മിദ്ലാജ് ഫുൾ കറക്റ്റ്. ഫസ്റ്റ് എന്തുകൊണ്ട് നോ ആയി ഒന്ന് പറഞ്ഞേ. യു ഷുഡ് ലൈ ഡൗൺ ആഫ്റ്റർ യു ഹാവ് ടേക്കൻ ദ മെഡിസിൻ എന്ന് പറയുന്നു. എന്താണ് ഇതിൽ ഓപ്പോസിറ്റ്? ഡോണ്ട് ടേക്ക് മെഡിസിൻ ഓൺ ദ എംപ്റ്റി സ്റ്റൊമക് ഓർ ഇമ്മീഡിയറ്റ്ലി ലൈ ഡൗൺ. ഡോണ്ട് ആണ്, ഡോണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് ഉറങ്ങരുത്. അപ്പൊ അത് നേരെ ഓപ്പോസിറ്റ് അല്ലേ വന്നിരിക്കുന്നത്, അതുകൊണ്ട് അത് നോ എന്നാക്കാം. പിന്നെ യു മസ്റ്റ് സ്റ്റോപ്പ് ടേക്കിംഗ് മെഡിസിൻ ഇഫ് യുവർ ഐസൈറ്റ് ഈസ് എഫക്റ്റഡ്. അതവിടെ ഐസൈറ്റ് ബ്ലറർ വിഷൻ ഉണ്ടല്ലേ? ഓക്കെ. ഇഫ് എനി ഓഫ് ദ ഫോളോയിങ് ഒക്കർ, ഡിസ്കണ്ടിന്യൂ മീൻസ് തുടരരുത് അല്ലേ? ടേക്കിംഗ് മെഡിസിൻ അതിൽ പെടുന്നതാണ് വൊമിറ്റിംഗ് ആൻഡ് ബ്ലറർ വിഷൻ. ഈ ബ്ലറർ വിഷൻ ആണ് എന്ത്? ഐസൈറ്റ് എന്ന് പറയുന്നത്. കീവേഡ് മാച്ച് അല്ലേ? ഇതെന്താ മൂന്നാമത്തത്? യു മസ്റ്റ് സ്റ്റോപ്പ് ടേക്കിംഗ് മെഡിസിൻ വെൻ യു ഫീൽ ബെറ്റർ. അങ്ങനെ ഉണ്ടോ? ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. until the bottle is empty. പിന്നെ നാലാമത്തതോ ദിസ് മെഡിസിൻ ഈസ് സൂട്ടബിൾ ഫോർ എ പേഴ്സൺ ഓഫ് എനി ഏജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? അണ്ടർ 5 ഇയേഴ്സിന് കഴിക്കാൻ പാടില്ല. എനി ഏജിന് പറ്റൂല, അണ്ടർ 5 ഇയേഴ്സിന് മാത്രമേ പറ്റൂ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വെച്ച് നോക്കിയേ. ഇതിലെ ട്രൂ ഫോൾസ് ഏതാണെന്ന് നോക്കൂ, പെട്ടെന്ന് പറയണം. ട്രൂ ഉള്ളവരും കൈപൊക്കിയേ. എല്ലാവരും ട്രൂ ആണോ? തൊടുപുഴയും ഞാനും മാത്രമേ കൈപൊക്കാത്തുള്ളൂ. എന്തുകൊണ്ട് ഫോൾസ് ആയി? അതാണ് കാര്യം, അതാ കീവേഡ്. മനസ്സിലായില്ലേ? ഓൾ പീപ്പിൾ എന്ന് പറഞ്ഞാൽ എത്ര? അതിൽ 100% അല്ലേ? എന്നാൽ മെജോറിറ്റി എന്ന് പറഞ്ഞാലോ ഒരു 70, ഇനി 90% അത്രയൊക്കെ വരുള്ളൂ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ബാക്കിയുള്ളതൊക്കെ മാച്ചാണ്. ആ ഒരു കീവേഡ് മാത്രം ഓപ്പോസിറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഡിസിഷൻ എന്താണ്? ഫോൾസ് എന്നാവും. ഇനി അടുത്ത് നോക്കിയോ കേട്ടോ, ഡിസിഷൻ ഫോൾസ് ആണ്. ഇനി അടുത്ത് നോക്കി ഈ പാസേജിൽ The charity raised money to pay for education and the daily needs of the poor people. The charity spent more of the money raised on the schooling for the poor people than on their daily requirements. False ആണോ? എന്താണ് false വരാൻ കാരണം? അതിൽ ഓപ്പോസിറ്റ് എന്താണ്? ആരൊക്കെയാണ് false? അതൊന്നും ആരൊക്കെയാണ് false? തൊടുപുഴ ഒന്നും പൊക്കണില്ലല്ലോ. നിങ്ങൾ പറഞ്ഞു നിങ്ങൾ സ്വയിൽ വെക്കുണ്ടോ നോക്കും. തൊടുപുഴ നോട്ട് ഗിവൺ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. എന്തുകൊണ്ട്? വേണ്ട, ഞാൻ പറഞ്ഞ എന്റെ ക്ലാസ് ഉറങ്ങുകയാണെങ്കിൽ പോലും നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളാണ്. കണക്ടർ ചേഞ്ച് വന്നില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഇവിടെ ആൻഡ് ആണ് കണക്ടർ വന്നിരിക്കുന്നത്. ബാക്കി ആശയങ്ങളൊക്കെ ഇവിടെ മോർ ദാൻ ലെസ് ദാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൂടുതൽ കമ്പാരിംഗ് അല്ലേ വന്നിരിക്കുന്നത്. മോർ എന്ന് പറഞ്ഞ കമ്പാരിംഗ് അല്ലേ? മോർ ദാൻ എന്ന് പറഞ്ഞ കമ്പാരിംഗ് ആണ്.
അപ്പൊ അങ്ങനെ കമ്പാരിങ് വന്നതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇതിൽ ആശയം തെറ്റാണ്. ആശയം ഇല്ല അവിടെ. താഴത്തെ ആശയമല്ല മുകളിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്, മുകളിലെ ആശയമല്ല താഴെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ആ സ്റ്റേറ്റ്മെന്റ് നോട്ട് ഗിവൺ ആണ്. ഞാൻ പറഞ്ഞില്ലേ, കൺജങ്ഷൻ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ കണ്ണടച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതാണ് നിങ്ങൾ ഉപയോഗിച്ച ഐഡിയ. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ. ഇതില് just over 400 million acres of land is being used for agriculture in America. At present, in America, about 400 million acres of land is allocated for agriculture. True, false, not given. Make a decision whether the statement is true, false, or not given. False or no? ഫാൾസ് ആണോ? അപ്പൊ ഫാൾസ് ആണെങ്കിൽ ഒരു ഓപ്പോസിറ്റ് വേണമല്ലോ. ആ ഓപ്പോസിറ്റ് ഏതാ? എത്ര ആള് ഫാൾസ് ആണ്? കൈപൊക്കെ. എത്ര ആള് ഫാൾസ് ആണ്? എത്ര ആൾ ട്രൂ ആണ്? എത്ര ആൾ നോട്ട് ഗിവൺ ആണ്? തീരുമാനമില്ലാത്ത പഠിക്കുന്ന സ്ഥലമാണ് കൂടുതലുള്ളത്. ഒരു തീരുമാനം വേണ്ടേ? അപ്പൊ എന്താണ് ജസ്റ്റ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അപ്രോക്സിമേഷൻ ആണ്. ജസ്റ്റ് ഓവർ, എബൌട്ട് എന്ന് പറയുന്നത് എന്താണ്? രണ്ടും അപ്രോക്സിമേഷനാ. കണക്ടേഴ്സ് 3 ആണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ മൂന്നാമത്തത് എന്താണ്? അപ്രോക്സിമേഷൻസ് ആണ്. അതിൽ വന്നിരിക്കുന്ന അപ്രോക്സിമേഷൻസ് ആണ് എബൌട്ടും ജസ്റ്റ് ഓവർ എന്നൊക്കെ പറയുന്നത്. രണ്ടും ഒരേ ആശയം തന്നെയാണ്. പിന്നെ 400 million acres of land, 400 million acres of land is being used. അതാണ് ഈ അറ്റ് പ്രസന്റ് എന്ന് പറയുന്നത്. ബീയിങ്, അറ്റ് പ്രസന്റ് അല്ലേ? allocated for agriculture, പിന്നെന്താ? used for agriculture. All the keywords are same as if the statement is not given. എങ്ങനെയാണ് കൊടുക്കൂസേ? എല്ലാം മാച്ച് അല്ലേ? ആശയം മാച്ചാണ്, കീവേഡും മാച്ചാണ്, എല്ലാം മാച്ച് ആകുന്നതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് ഡിസിഷൻ എന്താ വരിക? ട്രൂ ആണ് വരിക. ഓക്കെ. ഇനി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താ? അവരുടെ ക്വസ്റ്റ്യൻ ഉണ്ടാകും, ചോയ്സ് ഉണ്ടാകും. നമ്മള് ലിസണിങ്ങിലും അത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ആകുന്ന ഏരിയ ആണ്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണഗതിയിൽ എല്ലാം വായിക്കാൻ പാടില്ല. കാരണം വെച്ചാൽ ഈ 3-4 കാര്യങ്ങളും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലിസണിങ്ങിലും അങ്ങനെ തന്നെ ആയിരിക്കും. മെൻഷൻ ചെയ്തിരിക്കുന്ന 3 കാര്യങ്ങളും എന്തുണ്ടാവും? വോയിസിലുണ്ടാവും. അപ്പൊ നമ്മൾ കൺഫ്യൂസ് ആവും. എന്നാൽ ക്വസ്റ്റ്യൻ മനസ്സിലുണ്ടാവുമോ? അതുകൊണ്ട് ഇല്ല താനും. നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എവിടെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ലൊക്കേറ്റ് ചെയ്യണം ആദ്യം. സ്കിമ്മിങ് ചെയ്തതിന് ശേഷം സ്കാൻ ചെയ്ത് അതിന്റെ പാസേജ് സ്റ്റേറ്റ്മെന്റ് കണ്ടെത്തിയിരിക്കണം. അതൊരു ഒറ്റ സെന്റൻസ് ആയിരിക്കും ഉണ്ടാവുക. ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ലൊക്കേഷൻ ഒരു സെന്റൻസ് ആയിരിക്കും, ഒരു പാരഗ്രാഫ് അല്ല. ഇപ്പോ ഈ ആശയം എവിടെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള ആശയമാണ് വരുന്നത് എങ്കിൽ, ഫോർ എക്സാമ്പിൾ മാച്ചിങ് ദ ഹെഡ്ലൈൻസ് ആണ് വരുന്നത് എങ്കിൽ ആ കീവേഡ് ഒരു പാരഗ്രാഫിലാണ് നമുക്ക് നോക്കേണ്ടത്. എന്നാൽ ഇതിന്റെ ആൻസർ നമ്മൾ നോക്കേണ്ടത് ഒരു സെന്റൻസിലാണ് നോക്കേണ്ടത്. മനസ്സിലാവുണ്ടോ? അതാണ് ഇതിലെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സെന്റൻസ് നമ്മൾ കണ്ടെത്തണം. ആദ്യം നമ്മൾ ഇതിനെ സ്കാൻ ചെയ്ത് ഈ സെന്റൻസ് എവിടെയാണുള്ളത് നോക്കണം. അതിന് ആദ്യം എന്ത് ചെയ്യണം? ഇതിലെ ഇപ്പൊ നെഗറ്റീവ് എഫക്റ്റ് ആണ് പ്രധാനപ്പെട്ട കീവേഡ് ആയിട്ട് വരുന്നത്. റൈസ് പിന്നെ എല്ലായിടത്തും ഉണ്ടാവും, കോമൺ ആണ്. അപ്പോൾ നെഗറ്റീവ് എഫക്റ്റ് എന്താണെന്നുള്ള കീവേഡ് ആണ് നമ്മൾ. ആ കീവേഡ് ഉള്ള സെന്റൻസ് ആണ് എന്ത്? അതിന്റെ പാസേജ് സ്റ്റേറ്റ്മെന്റ്. മനസ്സിലാവുണ്ടോ? എന്നിട്ട് അതിലേക്ക് മാച്ച് ആകുന്ന വാക്ക് ഏതാണോ അതാണ് ഇവിടെ നമ്മൾ മാച്ച് ആക്കി കൊടുക്കേണ്ടത്. ഇപ്പൊ അതിലേക്ക് മാച്ച് ആകുന്ന എ ആണെങ്കിൽ എ ഇസ് ദ ആൻസർ, ബി ആണെങ്കിൽ ബി ഇസ് ദ ഡിസിഷൻ, സി ആണെങ്കിൽ സി ഇസ് ദ ഡിസിഷൻ ആൻഡ് ഡി ആണെങ്കിൽ ഡി ഇസ് ദ ഡിസിഷൻ. ഒന്ന് ചെയ്ത് നോക്കിയേ. ഇതിലെ കീവേഡ് നെഗറ്റീവ് എഫക്റ്റ് ആണ് അല്ലേ? സ്വാഭാവികമായിട്ടും ഇതെവിടെ വരുന്നത്? ഡൗൺ സൈഡ് എന്നുള്ളതാണ് എന്ത് വരുന്നത്? കീവേഡ് ആയിട്ട് വരുന്നത്. അപ്പൊ അതുതന്നെയാണ് അതിൽ പാസേജ് സ്റ്റേറ്റ്മെന്റ്. അതിൽ പ്രധാനമായിട്ടും 17% വന്നിട്ടുണ്ട്. 17% കൃത്യമായി ടൈം വന്നിട്ടുണ്ട്, വാല്യൂ വന്നിട്ടുണ്ട്. ദാറ്റ്സ് ആൻസർ.